2019 തിരഞ്ഞെടുപ്പിലും മോദി ജാക്കറ്റ് തരംഗമാകുമോ? നിലവിൽ അത് വീണ്ടും ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരംഗമായിരുന്നു മോദി ജാക്കറ്റുകൾ. എന്നാൽ ഇത്തവണ അത്ര പ്രിയം പോരെന്നൊക്കെ സംസാരമുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ എണ്ണം കൂടുമെന്നാണ് കരുതുന്നത്. 2014 ദിവസവും 35 ജാക്കറ്റ് വീതം വിറ്റിരുന്നിടത്ത് ഇപ്പോൾ എണ്ണം കുറഞ്ഞുവെന്ന് ചിലർ പറയുന്നുണ്ട്. ആ നിലയിലേക്ക് കച്ചവടം താഴ്ന്നെന്ന് വ്യാപാരികൾ പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുമ്പോൾ വിൽപ്പന ഉയർന്നേക്കാമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളുള്ളത്. കാർഷിക പ്രതിസന്ധി, നോട്ട് നിരോധനം, GST തുടങ്ങിയവ വിൽപ്പനയെ പ്രതികൂലമായി ബാധിച്ചെന്നാണ് മറ്റൊരു വ്യാപാരി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. നിലവിലുള്ള സ്റ്റോക്ക് എങ്ങനെ വിറ്റഴിക്കണമെന്ന ആശങ്ക പലർക്കുമുണ്ടെന്ന് പറയുമ്പോഴും വീണ്ടും ട്രെൻഡാകുമെന്നും കരുതുന്നവരുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധരിക്കാറുള്ള ഹാഫ് സ്ലീവ് കോട്ടാണ് മോദി ജാക്കറ്റ് എന്നറിയപ്പെടുന്നത്. നേരത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ-ഇന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച ജാക്കറ്റിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു. മോദി ജാക്കറ്റ് എന്ന ബ്രാൻഡിലുള്ള ജാക്കറ്റാണ് നിർമ്മാതാക്കൾ കൊറിയൻ പ്രസിഡന്റിന് അയച്ചു നൽകിയത്. എന്നാൽ ഈ ജാക്കറ്റ് മോദിയുടെ പേരിലുള്ളതല്ലെന്നും യഥാർത്ഥത്തിൽ ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ളതാണെന്നും ചൂണ്ടിക്കാണിച്ച് നിരവധി പേർ, നേതാക്കളടക്കം രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് മനോഹരമായ ചില കുപ്പായങ്ങൾ അയച്ചു തന്നു. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രത്തിന്റെ പുതിയ രൂപമാണിത്. കൊറിയയിൽ ധരിക്കാൻ വളരെയധികം നല്ലതാണെന്ന് കാണിച്ച് കൊറിയൻ പ്രസിഡന്റ് ട്വിറ്ററിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റാണ് വലിയ വിവാദമായത്. അതിനെ തുടർന്നാണ് പ്രതികരണങ്ങൾ വന്നത്. ഇതേ തുടർന്ന് ഈ വിഷയം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. അതോടെ മോദി ജാക്കറ്റും പ്രധാനപ്പെട്ട ചർച്ചയായി മാറി. തങ്ങളുടെ പ്രധാനമന്ത്രി ജാക്കറ്റ് അയച്ചു തന്നത് നല്ല കാര്യം തന്നെയാണ്, എന്നാൽ അതിന്റെ പേര് മാറ്റാതെ നൽകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചിലർ വന്നത്. ഞാൻ എന്റെ ജീവിതം മുഴുവൻ കണ്ടത് നെഹ്റുവിന്റെ ജാക്കറ്റായിട്ടാണ്. ഇപ്പോൾ അതിന്റെ പേര് മോഡി ജാക്കറ്റ് എന്നാണ്. 2014 മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്നുള്ളത് വളരെ സ്പഷ്ടമാണ് എന്നൊക്കെയാണ് ചില നേതാക്കൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇത് മോദിയുടെ വസ്ത്രമല്ല, ഇത് നെഹ്റുവിന്റെ ജാക്കറ്റാണ്. മോദിക്കൊരിക്കലും നെഹ്റു ആകാൻ കഴിയില്ല. ഇനി മോദിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാക്കി നിക്കറാണെന്ന് ചില വിമർശനങ്ങളും ട്വിറ്ററിലൊക്കെ വന്നിരുന്നു. പക്ഷെ സംഭവം ചൂടുപിടിച്ചതോടുകൂടി മോദി ജാക്കറ്റ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തരംഗമായിരുന്നു. ഏതായാലും ജാക്കറ്റ് നിർമ്മാതാക്കൾ ഇതിനെ തുടർന്ന് വിശദീകരണവുമായി പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു. അതായത് ശരിക്കും ഇത് കഴുത്തുള്ള ജാക്കറ്റ് ആയിരുന്നു. നെഹ്റുവും പട്ടേലും ഒക്കെ ധരിച്ചത് ഇതാണ്. പക്ഷെ തങ്ങൾ വിൽക്കുന്നത് മോദി ജാക്കറ്റാണ്. ഇത് നെഹ്റു ജാക്കറ്റിനേക്കാൾ നീളമുള്ളതും ഇറക്കമുള്ളതുമാണ്. കൊറിയൻ പ്രധാനമന്ത്രിക്ക് ജാക്കറ്റ് അയച്ചു കൊടുത്ത ജേഡ് ബ്ലൂ ലൈഫ് സ്റ്റൈൽ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ബിപിൻ ചൗഹാൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. അത് വലിയ ചർച്ചയുമായിരുന്നു. പഴയ ജാക്കറ്റ് മങ്ങിയ വെള്ള നിറത്തിലും ഇളം കറുപ്പിലുമുള്ളവയാണ്. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഗണിക്കുന്നത് കുറച്ചുകൂടി വിശാലമായ വർണ്ണങ്ങളോടുകൂടിയ കൂട്ടാണ്. മോദിജി ഒരു ബ്രാൻഡ് ഉണ്ടാക്കി 2014 മുതലാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. 1989 മുതൽ മോദിക്ക് വസ്ത്രങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഈ ചൗഹാനാണ്. ഏതായാലും ചൗഹാനും ചൗഹാന്റെ മോദി ജാക്കറ്റും 2019 തിരഞ്ഞെടുപ്പിലും ഒരു തരംഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വ്യാപാരികൾക്ക് ഇപ്പോൾ ചില ആശങ്കകൾ ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നതോടുകൂടി ട്രെൻഡ് കൂടുതൽ ചൂട് പിടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യാപാരികൾ കരുതുന്നത്.